അഭിമന്യരെ, ഏവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഞാൻ കാഥികൻ പുളുങ്കുടി സത്യകുമാർ. ഏകദേശം 2013-14 കാലഘട്ടം മുതലാണ് കഥാപ്രസംഗ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. കഥാപ്രസംഗം എന്ന കല രൂപം കൊണ്ടിട്ട് ഏകദേശം 100 വർഷം പിന്നിട്ടിരിക്കുന്ന ഈ കാലയളവിൽ ഇന്നും ഈ കലയെ സ്നേഹിക്കുന്ന, കലയെ നെഞ്ചോട് ചേർക്കുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ കഥാപ്രസംഗ പരിപാടി നിലനിന്നു പോകുന്നുമുണ്ട്. ഈ പരിപാടി വിജയിപ്പിക്കുവാൻ നിരവധി കഥാപ്രാസംഗികരും നമുക്കിടയിൽ തന്നെയുണ്ട്. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതായത് ആരോഗ്യവകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്തു. ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ മാനവരാശി ഇന്നും ഭയത്തോടെ കാണുന്ന മഹാരോഗങ്ങളിലൊന്നായ TB അല്ലെങ്കിൽ ക്ഷയം എന്ന രോഗം നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജില്ലാ ക്ഷയരോഗ ആശുപത്രിയിൽ ഞാനും ഒരു പ്രവർത്തകനായി ഏകദേശം 25 വർഷത്തോളം പ്രവർത്തിച്ചു. ഇന്നും ഈ രോഗത്തെക്കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണകളുണ്ട്. കാരണം ഇതൊരു മാറാരോഗമാണ്, ഒരു ശാപരോഗമാണ്. ഇതിന് ചികിത്സയില്ല, അല്ലെങ്കിൽ അടിയോ ഇടിയോ കൊണ്ട് മാത്രം കിട്ടുന്ന രോഗമാണ്, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് മാത്രം വരുന്ന രോഗമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നവർ നമുക്കിടയിൽ ഇന്നും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ലോകരാജ്യങ്ങളിൽ പോലും ആഫ്രിക്കൻ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരെ കാണുന്നത് ഇന്ത്യയിലെന്നാണ് ലോകാരോഗ്യ സംഘടന പോലും വെളിപ്പെടുത്തുന്നത്. അങ്ങനെ 2013-14 കാലഘട്ടത്തിൽ ക്ഷയരോഗം നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു കഥാപ്രസംഗ രൂപത്തിൽ എനിക്കൊരു അവതരിപ്പിക്കാൻ ഒരവസരം കിട്ടുകയുണ്ടായി. ഏകദേശം തിരഞ്ഞെടുക്കപ്പെട്ട 100-ലധികം സ്കൂളുകളിലും കോളേജുകളിലും പൊതു ഇടങ്ങളിലും ഈ രോഗത്തെക്കുറിച്ച് കഥാപ്രസംഗത്തിലൂടെ ഞങ്ങൾ ഈ നിൽക്കുന്ന എൻ്റെ പ്രവർത്തകരടക്കം ഞങ്ങളുടെ കലാപ്രകടനം കഥാപ്രസംഗത്തിലൂടെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്നും വിട്ടുപിരിഞ്ഞുവെങ്കിലും ഇന്നും അതിൽ നിന്നും കിട്ടുന്ന വരുമാനം, അതായത് ആരോഗ്യവകുപ്പിൽ റിട്ടയർഡായി അതിൽ നിന്നും കിട്ടുന്ന ആ പെൻഷൻ തുക കൊണ്ടാണ് ഞാനും ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മരിക്കുവോളം അതിൽ കടമപ്പെട്ടവനാണ്. ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ വന്ന ഒരു കഥാപ്രസംഗം ഇതല്ല. എന്നിരുന്നാലും ഞാൻ എൻ്റെ പഴയകാല ആ ഓർമ്മയിലേക്ക് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. അതായത് ക്ഷയം എന്ന രോഗത്തെക്കുറിച്ച് ഞങ്ങൾ അവതരിപ്പിച്ച ആ കഥയുടെ അല്പം ഭാഗം ഒരു ഗാനത്തിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. വിട്ടുമാറാത്ത ചുമയും ഇടയ്ക്കിടെ വിട്ടുവിട്ടുള്ള പനിയുമാകാം. വിട്ടുമാറാത്ത ചുമയും ഇടയ്ക്കിടെ വിട്ടുവിട്ടുള്ള പനിയുമാകാം. ഭാരം കുറഞ്ഞു ശരീരത്തിനൊട്ടും തീരെ വിശപ്പുമുണ്ടാകയില്ല. ഭാരം കുറഞ്ഞു ശരീരത്തിനൊട്ടും തീരെ വിശപ്പുമുണ്ടാകയില്ല. രക്തം ചുമച്ചു കഫം തുപ്പുമാതിരി നെഞ്ചകം കുത്തി വലിക്കുന്ന വേദന. രക്തം ചുമച്ചു കഫം തുപ്പുമാതിരി നെഞ്ചകം കുത്തി വലിക്കുന്ന വേദന.
തിരിച്ചറിഞ്ഞിടുവാൻ കഫപരിശോധന വേണ്ടതാണേ. രോഗമൊന്നു തിരിച്ചറിഞ്ഞിടുവാൻ കഫപരിശോധന വേണ്ടതാണേ. അതായത് വിട്ടുമാറാത്ത ചുമ, ഇടവിട്ടുണ്ടാകുന്ന പനി, വിശപ്പില്ലായ്മ, ശരീരത്തിൻ്റെ ഭാരം പെട്ടെന്ന് കുറയുക, ഇത് ക്ഷയരോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. കൂടാതെ രക്തം ചുമച്ച് തുപ്പുക, നെഞ്ചിനകം കുത്തി വലിക്കുന്ന വേദന, ഇതും ഈ രോഗത്തിൻ്റെ മറ്റൊരു ലക്ഷണം തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കഫപരിശോധന ഏറ്റവും ലളിതവും സുതാര്യവുമായ പരിശോധന മാർഗം കഫ പരിശോധനയാണ്. ഇത് ശ്വാസകോശത്തിൽ മാത്രം വരുന്ന രോഗമെന്നാണ്. ശരിയാണ്, ഇന്ന് കണ്ടുപിടിക്കുന്ന ക്ഷയരോഗത്തിൻ്റെ 50-60% ശ്വാസകോശത്തിൽ ബാധിക്കുന്ന രോഗം തന്നെയാണ്. പക്ഷേ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും അത് ബാധിക്കാം. അതായത് തലമുടിയും നഖവും ഒഴികെ യക്ഷിക്ക് വേണ്ടാത്ത 2 അവയവങ്ങളാണ് തലമുടിയും നഖവും. അതൊഴികെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ക്ഷയരോഗം ബാധിക്കാം. കണ്ണിൽ, കഴുത്തിൽ, തലച്ചോറിനും പിന്നെ കല്ലിനുള്ളിലും ബാധിച്ചിടാം. കണ്ണിൽ, കഴുത്തിൽ, തലച്ചോറിനും പിന്നെ കല്ലിനുള്ളിലും ബാധിച്ചിടാം. കണ്ണിന് ബാധിക്കാം, തലച്ചോറിന് ബാധിക്കാം, നട്ടലിന് ബാധിക്കാം. ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ രോഗം ബാധിക്കാം. പിന്നെ ചികിത്സ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പാടില്ല മദ്യം, പുകവലി പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ വർജിക്കണം. പാടില്ല മദ്യം, പുകവലി പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ വർജിക്കണം. ക്ഷയരോഗത്തിന് ചികിത്സ എടുക്കുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ പരിപൂർണമായും വർജിക്കേണ്ടതാണ്. ഇതാണ് ക്ഷയരോഗത്തെക്കുറിച്ച് എനിക്ക് നൽകുവാനുള്ള മെസ്സേജ്. നന്ദി. ഇനി ഞാൻ മറ്റൊരു കഥയിലേക്ക് കടക്കുകയാണ്. അതായത് തിരുവിതാംകൂറിൽ നമുക്ക് മുൻപേ ജീവിച്ചിരുന്ന നിരവധി ചരിത്ര നായകന്മാരുണ്ടായിരുന്നു. ഒത്തിരി നവോത്ഥാന നായകർ നമ്മുടെ കേരളത്തിൽ, കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുൻപ് തിരുവിതാംകൂർ എന്നറിയപ്പെട്ടുന്ന കാലത്ത് നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒട്ടനവധി നവോത്ഥാന നായകരുണ്ടായിരുന്നു. പക്ഷേ അക്കാലം അത്ര ഒരു നല്ല കാലം എന്ന് പറയാൻ പറ്റുകയില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൊടികുത്തി വാണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അക്കാലത്ത് ജീവിച്ചിരുന്ന നവോത്ഥാന നായകരിൽ പ്രധാനികളിൽ ഒരാളായിരുന്ന മഹാത്മാ അയ്യൻകാളിയുടെ ജീവിത ചരിത്രത്തെ ആസ്പദമാക്കിയുള്ള ഒരു കഥ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഇതിഹാസങ്ങൾ നുണ പറഞ്ഞെന്നോ സത്യാന്വേഷികൾ കൺതുറന്നീലയോ കാലം കടലാസിൽ കുറിച്ചിട്ട സത്യം ഒരിക്കലും മരിക്കാത്ത സത്യം ഇന്നിതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ചരിത്ര സത്യങ്ങൾക്ക് മരണമില്ല. ആര്യദ്രാവിഡ സംസ്കാരങ്ങൾ പടർന്നു പന്തലിച്ച നമ്മുടെ ഭാരതത്തിൽ നിരവധി ചരിത്രരഥന്മാർ ചരിത്രരഥമേറി കടന്നു പോയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിലും നിരവധി ചരിത്രരഥന്മാർ
ചരിത്രരഥമേറി കടന്നു പോയിട്ടുണ്ട്. അതിൽ നൂറ്റാണ്ടുകളായി അടിമത്തത്തിൻ്റെ നുകമ്പേറി എന്നെന്നും ഇരുട്ടിൻ്റെ തടവറയിൽ കരയാൻ മാത്രം വിധിക്കപ്പെട്ട മനുഷ്യവർഗത്തെ വെളിച്ചത്തിൻ്റെ വീതിയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു മനുഷ്യസ്നേഹി ജീവിച്ചിരുന്നു. പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് വിദ്യാലയങ്ങളുടെ വാതിലുകൾ തുറന്നിടുവാനും വേല ചെയ്യുന്നവന് കൂലിയും വേലയ്ക്ക് സമയനിഷ്ഠതയും ക്ലിപ്തപ്പെടുത്തിയ കറുത്തമുത്ത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ പുലയനായ അയ്യൻകാളി. ജീവിക്കുവാനുള്ള അവകാശം മനുഷ്യന്റെ ജന്മാവകാശമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആ ധീരദേശാഭിമാനി. ബലത്തെ ബലം കൊണ്ട് നേരിട്ടാലേ ബലമില്ലാത്തവന്റെയും അതിജീവനം സാധ്യമാകൂ എന്ന് തെളിയിച്ച ആ നവോത്ഥാന നായകൻ. മഹാരഥന്മാർ കുതിരവണ്ടി പായിച്ച രാജവീഥിയിലൂടെ വില്ലുവണ്ടി പായിച്ച് ചരിത്രത്തിന്റെ താളുകളിൽ ഇടം നേടിയ ആ നവോത്ഥാന നായകൻ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ശ്രീ മന്നത്ത് പത്മനാഭനും കുമാരനാശാനുമൊക്കെ നെഞ്ചിലേറ്റി ആദരിച്ച അനശ്വനായി തീർന്ന അല്ലയോ മഹാത്മാവേ, അങ്ങയ്ക്ക് പ്രണാമം, പ്രണാമം. മഹാത്മാ അയ്യൻകാളിയുടെ ധീരവിപ്ലവ പോരാട്ടങ്ങളെ നേർക്കാഴ്ച ഒരു കഥാപ്രസംഗമായി ഞാൻ അവതരിപ്പിക്കട്ടെ. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തു നിന്നും 13 കിലോമീറ്റർ തെക്ക് വിഴിഞ്ഞം ആയിരാജാക്കന്മാരുടെ രാജ്യ തലസ്ഥാനം എന്ന നിലയിൽ പണ്ട് മുതൽക്ക് പ്രസിദ്ധമായിരുന്നു. ഇപ്പോൾ അദാനി രൂപകൽപ്പന ചെയ്യുന്ന ലോകശ്രദ്ധയിൽ ഇടം നേടിയിട്ടുള്ള അന്താരാഷ്ട്ര തുറമുഖ കേന്ദ്രവും. വിഴിഞ്ഞത്തിനടുത്ത് വെങ്ങാനൂർ എന്ന ഗ്രാമം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ 8 വീട്ടുപിള്ളമാരിൽ ഉൾപ്പെട്ടിരുന്ന വെങ്ങാനൂർ പിള്ള ജനിച്ച സ്ഥലമാണ് വെങ്ങാനൂർ. അങ്ങനെ വെങ്ങാനൂർ പണ്ട് മുതൽക്ക് പ്രസിദ്ധമാണ്. വെങ്ങാനൂരും പരിസരങ്ങളുമായി വള്ളുവരാജവംശ സന്തതി പരമ്പരകൾ ഉൾപ്പെട്ടിരുന്ന കുറേയേറെ പുലയർ താമസിച്ചിരുന്നു. അതിൽ പെരുങ്കാറ്റുവിള പ്ലാവറത്തറ എന്ന പുലയ തറവാട്ടിൽ 1863 ഓഗസ്റ്റ് 28 തീയതി അയ്യന്റെയും മാലയുടെയും മൂത്ത പുത്രനായി അവിട്ടം നക്ഷത്രത്തിൽ പിറന്നു വീണൊരു ചരിത്രപുരുഷൻ, വിടർന്നു സംക്രമ താരം പോൽ. പിറന്നു വീണൊരു ചരിത്രപുരുഷൻ, വിടർന്നു സംക്രമ താരം പോൽ. പിറന്നു വീണൊരു ചരിത്രപുരുഷൻ, വിടർന്നു സംക്രമ താരം പോൽ. സുവർണ തേജസ്സിലീശ്വര കൽപ്പന കടഞ്ഞ ഭാസുര പുഷ്പം പോൽ. സുവർണ തേജസ്സിലീശ്വര കൽപ്പന കടഞ്ഞ ഭാസുര പുഷ്പം പോൽ. പിറന്നു വീണൊരു ചരിത്രപുരുഷൻ, വിടർന്നു സംക്രമത്താരം പോൽ. തൻ്റെ പൊന്നോമന്റെ മകനെ അയ്യനും മാലയും ചേർന്ന് കാളി എന്ന് പേരിട്ടു. കാളി വളർന്നു വലുതായപ്പോൾ അയ്യൻ തൻ്റെ പേര് കൂടെ ഉൾപ്പെടുത്തി അയ്യൻ കാളി എന്ന് വിളിച്ചു. പക്ഷേ കാലം അദ്ദേഹത്തെ മഹാത്മാ അയ്യൻകാളി എന്നാക്കി മാറ്റി. എന്നാൽ അയ്യൻകാളി മഹാത്മാ അയ്യൻകാളിയായി മാറിയത് വെറും കഥയല്ല, ചരിത്രകഥ, ജ്വലിക്കുന്ന വിപ്ലവ കഥ. അതൊരു കഥാപ്രസംഗമായി പറയുന്നു നവയുഗ ശില്പി അയ്യൻ കാളി. അതെ, നവയുഗ ശില്പി അയ്യൻ കാളി. അയ്യൻകാളി ഭൂജാതനായ കാലഘട്ടം. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെ ഉൾപ്പെട്ടിരുന്ന ആ കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥ ഏത് വിധേയനായിരുന്നുവെന്ന് മഹാകവി കുമാരനാശാൻ പാടിയിട്ടുണ്ട്. കൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ
പെട്ടാലും ദോഷമുള്ളോ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോ. പുലയനും പറയനും ഈഴവനും നായരുമൊക്കെ നികൃഷ്ട ജീവികളെ പോലെ ചവിട്ടി പതിക്കപ്പെട്ടുന്ന കാലഘട്ടം. പുലയനും പറയനുമൊക്കെ പൊതുവഴികളിലൂടെ നടക്കുവാൻ അനുവാദമില്ലായിരുന്നു. വിദ്യാഭ്യാസം ചെയ്യുവാൻ അവകാശമില്ല. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാൻ അനുവാദമില്ലായിരുന്നു. എന്തിനേറെ പറയുന്നു, മാറുമറയ്ക്കുവാൻ പോലും അവകാശമില്ലായിരുന്ന കാലഘട്ടം. അതുകൊണ്ട് തന്നെ ആശാൻ വീണ്ടും പറയുന്നു, നരനശുദ്ധ വസ്തുവാണ് പോലും ഈ ധരയിൽ നടപ്പതു തീണ്ടലാണ് പോലും. നരനശുദ്ധ വസ്തുവാണ് പോലും ഈ ധരയിൽ നടപ്പതു തീണ്ടലാണ് പോലും. നരകമിവിടമാണു ഹന്തകഷ്ടം, നരകമിവിടമാണു ഹന്തകഷ്ടം. ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ, ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ. അത്രയ്ക്ക് മേൽ അധപ്പതിച്ചിരുന്നു കേരളത്തിന്റെ സ്ഥിതി എന്നർത്ഥം. ആശാൻ നരകമെന്ന് വിളിച്ച കേരളത്തെ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. അത്രയ്ക്ക് മേൽ അധപ്പതിച്ചിരുന്നു കേരളത്തിന്റെ സ്ഥിതി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലുള്ള നാടുവാഴിത്തവും രാജഭരണവുമൊക്കെ അത്രയ്ക്ക് മേൽ അധപ്പതിച്ചിരുന്നു. പുത്തളത്ത് പരമേശ്വരൻ പിള്ള എന്നൊരു ജന്മിയുടെ കൃഷിക്കാരനായിരുന്നു അയ്യൻ. എന്നാൽ തിന്മ കുടികുത്തി വാണാലും നന്മ ഒരിക്കലും വേരറ്റു പോകുന്നില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ജന്മി പരമേശ്വരൻ പിള്ള. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൃഷിക്കാരനായിരുന്നു അയ്യൻ. കാടും മലയും വെട്ടിത്തെളിച്ച് അയ്യൻ ഏക്കർ കണക്കിന് ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കി നൽകിയിരുന്നു. അതിൽ മനം കൊളുർത്ത പരമേശ്വരൻ പിള്ള 8.5 ഏക്കർ ഭൂമി അയ്യന്റെയും മാലയുടെയും പേർക്ക് ദാനമായി പതിച്ചു നൽകി. പക്ഷേ മറ്റു പ്രമാണിമാർ തടഞ്ഞു. അവർ ക്ഷോഭിച്ചു. ശിവശിവ, അവരെന്തായി കേൾക്കുന്നത്? പുലയനും പുലർച്ചയ്ക്കും ഭൂമി ദാനം കൊടുക്കാൻ ഈ പരമേശ്വരൻ പിള്ളക്ക് ആരാ അനുവാദം കൊടുത്തത്? ഈ പരമേശ്വരൻ പിള്ളക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? പുലയനും പുലർച്ചയ്ക്കും ഭൂമി ദാനം കൊടുക്കാൻ അടിയാളനെ ഭൂമിക്ക് അവകാശിയാക്കിയിരിക്കുന്നു. അരിശം കൊണ്ടവർ പരമേശ്വരൻ പിള്ളയുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. പരമേശ്വരൻ പിള്ളേ, അങ്ങെന്തായി കാട്ടിയത്? ഈ കണ്ട ഭൂമി മുഴുവനും കണ്ട പുലയനും പുലർച്ചയ്ക്കും ദാനം കൊടുക്കാൻ അങ്ങേക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? പരമേശ്വരൻ പിള്ളേ, അങ്ങേക്ക് ആരാ അനുഭവം തന്നത്? അടിയാളനെ ഭൂമിക്ക് അവകാശിയാക്കിയിരിക്കുന്നു. എന്താ പരമേശ്വരൻ പിള്ളയെ മറുപടി പറയാത്തത്? അങ്ങയുടെ നാക്ക് താന്നുപോയോ? നാട്ടുപ്രമാണിമാരുടെ വാക്കുകൾ കേട്ട് തെല്ലും മട്ടും ഭാവം പോലും മാറാവുന്ന പരമേശ്വരൻ പിള്ളയുടെ മുഖഭാവം കണ്ട് ബന്ധം കണ്ട പെരിച്ചാടികളെ പോലെ നിൽക്കുന്ന നാട്ടുപ്രമാണിമാരുടെ മുന്നിലേക്ക് പരമേശ്വരൻ പിള്ള നടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ദേ നോക്ക്, ഇത് എനിക്ക് മാത്രം എൻ്റെ പേരിൽ അവകാശപ്പെട്ട ഭൂമിയാണ്. കൂടാതെ അയ്യനും മാലയും എൻ്റെ കൃഷിക്കാരുമാണ്. എൻ്റെ പേരുള്ള ഭൂമി എപ്പോൾ ആർക്ക് എങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കൊള്ളാം. നിങ്ങൾക്ക് പോകാം. വന്നവർ നിരാശരായി വെറും കൈയോടെ മടങ്ങി. അനുഗ്രഹിച്ചേകിയ ഭൂമി യാളനാരംഭമായി തീർന്ന ഭൂമി, അനുഗ്രഹിച്ചേകിയ ഭൂമി
വിദ്യാളനാലംബമായി തീർന്ന ഭൂമി അധ്വാനിച്ചവരെന്നും അന്തിക്കണയും അത്താഴമേകുന്ന ഭൂമി തലചായ്ക്കാനാലംബമായി തീർന്ന ഭൂമി അധ്വാനിച്ചവരെന്നും അന്തിക്കണയും അത്താഴമേകുന്ന ഭൂമി തലചായ്ക്കാനാലംബമായി തീർന്ന ഭൂമി അനുഗ്രഹിച്ചേകിയ ഭൂമി വിദ്യാളനാലംബമായി തീർന്ന ഭൂമി. തൻ്റെ മകൻ 5 വയസ്സുള്ളപ്പോൾ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണമെന്ന് അയ്യൻ അതിയായി ആഗ്രഹിച്ചു. പക്ഷേ സാധ്യമല്ല. താണജാതിക്കാർക്ക് വിദ്യാഭ്യാസം കർശനമായി നിരോധിച്ചിരിക്കുന്നു. എന്നാൽ അയ്യൻ അവനെ കൃഷിപ്പണികൾ പഠിപ്പിക്കുവാനായി പാടത്തും പറമ്പിലേക്കും കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. അങ്ങനെ കാളിക്ക് വയസ്സ് 12 ഉള്ളപ്പോഴേക്കും പടവരമ്പുകൾ കോരാൻ പഠിച്ചവൻ, ഞാറ്റുകണ്ടങ്ങൾ ഒരുക്കാൻ പഠിച്ചവൻ, പടവരമ്പുകൾ കോരാൻ പഠിച്ചവൻ, ഞാറ്റുകണ്ടങ്ങൾ ഒരുക്കാൻ പഠിച്ചവൻ, ചിത്തു വിതയ്ക്കാനും കൊയ്തു മതിക്കാനും കാടുതെളിക്കാനും ഒക്കെ പഠിച്ചവൻ, ചിത്തു വിതയ്ക്കാനും കൊയ്തു മതിക്കാനും കാടുതെളിക്കാനും ഒക്കെ പഠിച്ചു, കാടുതെളിക്കാനുമൊക്കെ പഠിച്ചവൻ, കാടുതെളിക്കാനുമൊക്കെ പഠിച്ചവൻ, കാടുതെളിക്കാനുമൊക്കെ പഠിച്ചവൻ. ചെറുക്കനങ്ങ് വളർന്നു വലുതായി. കാളിയുടെ 15ാമത്തെ വയസ്സിൽ കാളിയെ കണ്ടാൽ ആരും ഒന്ന് നോക്കും. കാണാൻ 6 അടി പൊക്കം, പൊക്കത്തിനൊത്ത വണ്ണം, നെഞ്ചു വിരിച്ച് തലയുയർത്തിയുള്ളവന്റെ നടത്തം. ആരിലും പ്രത്യേകിച്ച് സവർണജാതിക്കാരിൽ അവനൊരു നോട്ടപ്പുള്ളി തന്നെയായിരുന്നു. അന്നൊരു തിരുവോണ നാളിൽ ഒരു സംഭവമുണ്ടായി. തൻ്റെ കൂട്ടുകാരും ഒരുമിച്ച് കാളി പന്ത് കളിക്കുന്നിടയിൽ കാളി ആഞ്ഞടിച്ച ഒരു പന്ത് അടുത്തുള്ള ഒരു പ്രമാണിയുടെ കൂരമേൽ പതിച്ചു. പക്ഷേ ജാതി തിമിരം ബാധിച്ച പ്രമാണി ക്ഷോഭിച്ചുകൊണ്ട്, പുലയനും പറയനുമൊക്കെ കളിച്ച് കളിച്ച് ഞങ്ങളുടെ കുട്ടികളോടത്ത് കളിക്കാൻ വളർന്നിരിക്കുന്നു, കുത്തിക്കൊത്തി മുറത്തിൽ കയറി കൊത്താനും തുടങ്ങിയിരിക്കുന്നു, കളിച്ചതും പോരാഞ്ഞ് പന്തടിച്ചെന്റെ കൂരമേലും ഇട്ടിരിക്കുന്നു. അയ്യൻകാളിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്റെയൊക്കെ തന്തയുടെ വകയാണോടാ ഈ പുരയിടം? അയ്യൻകാളിയുടെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി പറഞ്ഞു, കേറിപ്പോകിനടാ പുലയ തെണ്ടി. അയ്യൻകാളി നെഞ്ചു വെച്ച് തലയുയർത്തി ആ പ്രമാണിയുടെ മുഖത്തൊന്ന് തുറച്ചു നോക്കി, താഴ്ത്തടാ ആ കയ്യ്. വെട്ടിയിട്ട വാഴത്തട പോലെ ആ പ്രമാണിയുടെ കൈ താഴേക്ക് പറഞ്ഞു. നാടിട്ടിരിക്കുമോ, നാടിട്ടിരിക്കുമോ? ഒരു പുലയ ചെറുക്കൻ ഒരു പ്രമാണിയുടെ മുഖത്ത് നോക്കി പ്രതികരിച്ചിരിക്കുന്നു. ജീവിക്കാൻ അനുവദിക്കുമോ? പക്ഷേ അയ്യൻ ഇതറിഞ്ഞിരിക്കുന്നു. കാളി വീട്ടിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ചതും അയ്യൻ അലറി, കടക്കടാ പട്ടി പുറത്തേക്ക്. നീ എന്ത് ഭാവിച്ചാണ്ടാ തമ്പ്രക്കന്മാരോട് കോപിച്ചത്? തമ്പ്രക്കന്മാരോട് കോപിച്ചാൽ ഇവിടെ കിടന്ന് പൊറുക്കാൻ അനുവദിക്കുമോടാ ദ്രോഹി? അച്ഛാ, ഞാൻ കടന്നു പോടാ തെണ്ടി എന്റെ മുന്നിൽ. ബഹളം കേട്ട് അകത്തുനിന്ന് മാല പുറത്തേക്ക് വന്നു. എന്തിനാ മനുഷ്യ നിങ്ങൾ ഈ കിടന്ന് ബഹളം വെക്കുന്നത്? കേറി പോടി അകത്ത്. എന്നെയും കൊന്ന് ഞാനും ഈ വീട്ടിൽ കെട്ടി തൂങ്ങിച്ചാകും. കാളി അന്ന് മുതൽ ശപഥമെടുത്തു. ഇനി മറ്റു ജാതിക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടും സഹവാസവും വേണ്ടായിരുന്നു. അവൻ അനേക ദിവസം ഒറ്റയ്ക്ക് അകലെയുള്ള പറങ്കിമാവൻ ചോട്ടിൽ ചെന്നിരുന്ന് ചിന്തിക്കുമായിരുന്നു. നമ്മുടെ ആളുകൾ രാപ്പകലന്തിയോളം
പണിയെടുക്കുന്നു. വേല ചെയ്താൽ കൂലിയില്ല. പട്ടിക്കും പൂച്ചയ്ക്കും നാൽക്കാലിക ഏഴ് ജന്തുക്കൾക്ക് പോലും ഈ പൊതുവഴിയിലൂടെ യഥേഷ്ടം സഞ്ചരിക്കാം. മനുഷ്യരായി പിറന്ന നമ്മെ അതിനു പോലും ഇക്കൂട്ടർ അനുവദിക്കുന്നില്ല. എത്ര ക്രൂരമാണ്! മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്ന ഈ അനാചാരങ്ങൾ. അനക്ഷരമെങ്കിലും അയ്യന്റെ ചിന്തയിൽ വിപ്ലവജ്വാല തെളിഞ്ഞിരുന്നു. അനക്ഷരമെങ്കിലും അയ്യന്റെ ചിന്തയിൽ വിപ്ലവജ്വാല തെളിഞ്ഞിരുന്നു. എന്തനാചാരങ്ങൾ, എന്തെന്ത നീതികൾ നെഞ്ചകം നീറി പുകഞ്ഞിരുന്നു. അന്നേ നെഞ്ചകം നീറി പുകഞ്ഞിരുന്നു. എന്തനാചാരങ്ങൾ, എന്തെന്ത നീതികൾ നെഞ്ചകം നീറി പുകഞ്ഞിരുന്നു. അന്നേ നെഞ്ചകം നീറി പുകഞ്ഞിരുന്നു. അനക്ഷരമെങ്കിലും അയ്യന്റെ ചിന്തയിൽ വിപ്ലവജ്വാല തെളിഞ്ഞിരുന്നു. അങ്ങനെ അനേക ദിവസം അവൻ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകളുടെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി ഒരു ചെറു സംഘത്തെ അവർ രൂപപ്പെടുത്തി. അവർ നാടൻ കലാരൂപങ്ങളും നാടൻ പാട്ടുകളും അരങ്ങേറുമായിരുന്നു. ഹേയ് തത്തിമത്തിന്തിമത്താനോ ഹൈ തിത്തിമത്തിന്തിമിതാനോ തിമത്തിന്തിമിതാനോ തിമി തിത്തിമത്തിന്തിമിതാനോ മഴ കജൊരിഞ്ചേ ചെറുഞാറുകളൊക്കെ നനഞ്ചേ അരിമഴകൾ നിറഞ്ഞേ ചെറുഞാറുകളൊക്കെ നനഞ്ചേ കുട്ടിയൊതുക്കി പറഞ്ചേ ചെറുഞാറുകൾ കെട്ടിയെറിഞ്ചേ കുട്ടിയൊതുക്കി പറഞ്ചേ ചെറുഞാറുകൾ കെട്ടിയെറിഞ്ചേ ഓമലച്ചന്തിലമാല ചെറുകണ്ണം മകളികറുമ്പി ഓമലച്ചന്തിലമാല ചെറുകണ്ണം മകളികറുമ്പി ജടയന്മാരായ ചെറുമച്ചികളെല്ലാരും വന്നേ ജടയന്മാരായ ചെറുമച്ചികളെല്ലാരും വന്നേ തത്തിമതിന്തിമിതാരോ തിനി തിത്തിമതിന്തിമിതാരോ തത്തിമതിന്തിമിതാരോ തിനി തിത്തിമതിന്തിമിതാരോ. അങ്ങനെ ഒരു ചെറു സംഘം അവിടെ രൂപപ്പെട്ടു. അവർ തമിഴ്നാട്ടിൽ നിന്നും ചില ആശാന്മാരെ പ്രത്യേകം വരുത്തി അടിതട 18 അടവുകളും സ്വായത്തമാക്കി. അങ്ങനെ ഒരു ചെറു സംഘം രൂപപ്പെട്ടു. അതിനൊരു പേരും വീണു, അയ്യൻകാളി പട. പേടിച്ചു നിന്നാൽ നമ്മളെ കൊല്ലാൻ പേടിച്ചലറും സവർണവർഗം. പേടിച്ചു നിന്നാൽ നമ്മളെ കൊല്ലാൻ പേടിച്ചലറും സവർണവർഗം. പോരാടണം ചോര ചിന്തണം നാം, പോരാടണം ചോര വീഴ്ത്തണം നാം, പോരാടണം ചോര ചിന്തണം നാം, പോരാടണം ചോര വീഴ്ത്തണം നാം, പോരാടണം ചോര വീഴ്ത്തണം നാം, പോരാടണം ചോര വീഴ്ത്തണം നാം. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം തോന്നിയിട്ട് കാര്യമില്ല. പോരാടണം ചോര ചിന്തണം നാം, പോരാടണം ചോര വീഴ്ത്തണം നാം, പോരാടണം ചോര ചിന്തണം നാം, പോരാടണം ചോര വീഴ്ത്തണം നാം, പോരാടണം ചോര വീഴ്ത്തണം നാം, പോരാടണം ചോര വീഴ്ത്തണം നാം. തൻ്റെ മകൻ ചെറുപ്പത്തിൽ വഴിതെറ്റിപ്പോകുമോ എന്ന ആശങ്കയിൽ കാളിയുടെ 25-ാമത്തെ വയസ്സിൽ വീട്ടുകാർ വിവാഹാലോചന നടത്തി. മഞ്ചാംകുടിയിലുള്ള ചെല്ലമ്മ എന്നൊരു സുന്ദരി പെണ്ണിനെ കാളി തൻ്റെ വധുവായി സ്വീകരിച്ചു.
വെങ്ങാനൂരിൽ തന്നെ സ്വന്തമായി ഉണ്ടായിരുന്ന പുരയിടത്തിൽ ഒരു വീടും പണിതവിടെ താമസമായി. 1892 പെട്ടെന്നൊരു ദിവസം അതാ വെങ്ങാനൂർ തെരുവീതിയിലൂടെ ഒരു വില്ലുവണ്ടി കടന്നു പോകുന്നു. രാജാവോ ദിവാനോ സായിപ്പോ ആണെന്ന് കരുതി ജനങ്ങൾ അത് കാണാൻ നാലുപാടും ഒത്തുകൂടി. പക്ഷേ ആ വില്ലുവണ്ടി പായിക്കുന്നത് മറ്റാരുമല്ലായിരുന്നു, സാക്ഷാൽ പുലയനായ അയ്യൻ കാളി. തമ്പ്രാക്കന്മാരുടെ കാലിളകി. പെരുവഴിയിലൂടെ നടക്കുവാൻ പോലും അനുവാദമില്ലാത്തവൻ വില്ലുവണ്ടി പായിക്കുന്നു. ഇത് തടയണം, ഇത് തടഞ്ഞേ പറ്റൂ. പക്ഷേ അയ്യൻ കാളിയത അരക്കയ്യൻ ബനിയനും തലയിൽ ഒരു കെട്ടുമായി ആ വില്ലുവണ്ടി മുന്നോട്ട് പായിക്കുന്നു. പായുകയാണൊരു ആകാശം, പായുകയാണൊരു ആകാശം, പായുകയാണൊരു ആകാശം, പായുകയാണൊരു ആകാശം. ആ വില്ലുവണ്ടി കല്ലിയൂർ ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഒരു കൂട്ടം ചട്ടമ്പിമാർ ആ വില്ലുവണ്ടി തടഞ്ഞു. നിർത്തടാ നിന്റെ വണ്ടി, എടുക്കടാ നിന്റെ തലപ്പാവും മേൽമുണ്ടും. എടുക്കാനല്ലടാ ഞാനിത് ധരിച്ചത്. എന്ത് പറഞ്ഞടാ ധിക്കാരി? തൊട്ടുപോകരുതെന്ന്. ഞാനൊരു സാധാരണക്കാരൻ, നിങ്ങൾ ധിക്കാരിയാണെങ്കിൽ ഞാനും ധിക്കാരി തന്നെ. അടിച്ച് പൊളിക്കടാ ഇവന്റെ വണ്ടി. പറഞ്ഞ നിമിഷത്തിനുള്ളിൽ അയ്യൻ കാളിയൻ സംഘത്തെയും മർദ്ദിക്കുവാൻ തുടങ്ങി. അയ്യൻ കാളി തന്റെ കയ്യിൽ കരുതുന്ന ചാട്ടവാർ കൊണ്ട് അടിയും തുടങ്ങി. അടികൊണ്ട് നിലത്ത് വീഴുന്നവരുണ്ട്, തിരിഞ്ഞോടുന്നവരുമുണ്ട്. പക്ഷേ ആൾബലത്തിൽ കുറവായ അയ്യൻ കാളിക്ക് തൽക്കാലം അവിടെ നിന്നും പിന്തിരിയേണ്ടി വന്നു. എന്നാൽ കാളി വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യന്റെ മകൻ കാളിയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പകരം വീട്ടും. എന്റെ കാതുകുത്തി കടുക്കനിട്ട് ഈ വില്ലുവണ്ടിയിൽ ഞാൻ ഇവിടെ വന്ന് പകരം വീട്ടും. അയ്യൻ കാളി നടത്തിയ വില്ലുവണ്ടി യാത്ര നാട്ടിലും അയൽ നാട്ടിലുമൊക്കെ സംസാര വിഷയമായി. മറുനാടുകളിൽ നിന്ന് പോലും അയ്യൻ കാളിയെ കാണാൻ ആളുകൾ കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നു. അയ്യൻ കാളിയെ ഒരു നേതാവായി കണ്ടു തുടങ്ങിയിരിക്കുന്നു. അധസ്ഥിതർക്കൊരു നേതാവ്, അധസ്ഥിതർക്കൊരു നേതാവ്, അധകൃതർക്കൊരു നേതാവ്, അധസ്ഥിതർക്കൊരു നേതാവ്, അടിമത്വത്തിൻ മുഖം ചുമക്കും അവർക്കായൊരു നേതാവ്, അടിമത്വത്തിൻ മുഖം ചുമക്കും അവർക്കായൊരു നേതാവ്, അധസ്ഥിതർക്കൊരു നേതാവ്, അധകൃതർക്കൊരു നേതാവ്. അയ്യൻ കാളി നടത്തിയ വില്ലുവണ്ടി യാത്ര നാട്ടിൽ സംസാര വിഷയം തന്നെയായി. പിന്നെ അങ്ങോട്ടുള്ള നാളുകൾ ആ ഒച്ചയുള്ള കാളയുടെ മണിശബ്ദം തമ്പ്രാക്കന്മാരുടെ ഉറക്കം കെടുത്തിയെങ്കിൽ പാവപ്പെട്ട അശരണരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുകളായിരുന്നു അത്. അയ്യൻ കാളി തന്റെ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. മാലോകരെല്ലാം വിളിച്ചു ചേർത്തു. പ്രിയ മാലോകരെ, ഈ വൻമലകൾ പോലും വെട്ടി നിർത്തി സമതലങ്ങളാക്കി അവിടെ പൊന്നു വിളയിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ മനുഷ്യരായി പിറന്ന നമ്മെ ഈ പൊതുവഴിയിലൂടെ നടക്കുവാൻ പോലും
ഇക്കൂട്ടർ അനുവദിക്കുന്നില്ല. നാൽക്കാലി ഇഴജന്തുക്കൾക്ക് പോലും പെരുവഴിയിലൂടെ യഥേഷ്ടം സഞ്ചരിക്കാം. എന്നാൽ മനുഷ്യരായി പിറന്ന നമ്മെ അതിനു പോലും ഇക്കൂട്ടർ അനുവദിക്കുന്നില്ല. അതിനുവേണ്ടി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പദയാത്ര നടത്തുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. അയ്യൻ കാളിയത ആ വില്ലുവണ്ടി ആ ബംഗാളിൽ നിന്നും യാത്ര തിരിച്ചു. കണ്ടില്ലേ പ്രിയമുള്ളവരെ, പിറന്നു വീണ ഭൂമിയിൽ വഴി നടക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു ജനതയുടെ ആർത്തിരമ്പലുകളാണ് കാണുന്നത്. പിറന്ന മണ്ണിൽ നടന്നിടുവാൻ നിഷേധം നീതിയോ, പിറന്ന മണ്ണിൽ നടന്നിടുവാൻ നിഷേധം നീതിയോ, ജനിച്ച മണ്ണും വളർന്ന ഭൂമിയും ആർക്കും സ്വന്തമല്ല, ജനിച്ച മണ്ണും വളർന്ന ഭൂമിയും ആർക്കും സ്വന്തമല്ല, ആർക്കും സ്വന്തമല്ല, ആർക്കും സ്വന്തമല്ല, ആർക്കും സ്വന്തമല്ല, ആർക്കും സ്വന്തമല്ല. നമ്മൾക്കും വേണം സ്വാതന്ത്ര്യം, നമ്മളും ഇവിടെ വളരാ, നമ്മൾക്കും വേണം സ്വാതന്ത്ര്യം, ഞങ്ങളും ഇവിടെ വളരാ. ജനിച്ചതാണോ മനുഷ്യരായി പിറന്നതാണോ കുറ്റം, ജനിച്ചതാണോ മനുഷ്യരായി പിറന്നതാണോ കുറ്റം, പിറന്ന മണ്ണിൽ നടന്നിടുവാൻ നിഷേധ നീതിയോ, നീതിയോ, ജനിച്ച മണ്ണും വളർന്ന ഭൂമിയും ആർക്കും സ്വന്തമല്ല, ആർക്കും സ്വന്തമല്ല, ആർക്കും സ്വന്തമല്ല, ആർക്കും സ്വന്തമല്ല, ആർക്കും സ്വന്തമല്ല, ആർക്കും സ്വന്തമല്ല. ആ പദയാത്ര ബാലരാമപുരം ചാലിയാർ തെരുവിലെത്തിയപ്പോൾ ഒരു കൂട്ടം പ്രമാണിമാർ അയ്യൻകാളിയും സംഘത്തെയും വഴിതടഞ്ഞു. അന്തരീക്ഷമാകെ മാറി. ഇനി ഒരടി പോലും മുന്നോട്ട് നടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയ്യൻകാളിയും സംഘത്തെയും അവർ വഴിതടഞ്ഞു. എന്റെ കൊക്കിൽ ജീവനുള്ള കാലം ഇത് നിങ്ങളെ കൊണ്ട് തടയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയ്യൻകാളിയും സംഘവും മുന്നോട്ട് നീങ്ങിയതും കരുതലോടെ നിന്ന ചട്ടമ്പിമാർ അയ്യൻകാളിയും സംഘത്തെയും മർദ്ദിക്കുവാൻ തുടങ്ങി. അയ്യൻകാളി തന്റെ കയ്യിൽ കരുതുന്ന ചാട്ടവാർ കൊണ്ടതാ അടിയും തുടങ്ങി. പരിശീലനം ശ്രദ്ധിച്ച അയ്യൻകാളി സംഘമത അടിച്ചു മുന്നേറുന്നു. നിരവധി പേർ വെട്ടും കുത്തുമേറ്റതാ വീഴുന്നു. അടികൊണ്ട് തിരിഞ്ഞടിക്കുന്നവരുണ്ട്, തിരിച്ചോടുന്നവരുമുണ്ട്. പക്ഷേ ആ ലഹള അവിടെ കൊണ്ട് മാത്രം നിന്നില്ല. തിരുവിതാംകൂറിന്റെ നാനാഭാഗങ്ങളിലും വ്യാപിച്ചു. ചെന്നിത്തല, കാവാലം, കണിക്കുട്ടം, കണിയാപുരം, നെടുമങ്ങാട്, പാറശാല എന്നീ വേണ്ട എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചു. അവിടെയെല്ലാം അയ്യൻകാളിയും സംഘവും എത്തി അതിനെല്ലാം നേരിട്ടു. പക്ഷേ അയ്യൻകാളിയുടെ പോരാട്ടം അവസാനിച്ചില്ല. തൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നത് അയ്യൻകാളിയെ കൊടിയ ദുഃഖത്തിലാക്കി. അയ്യൻകാളി പറഞ്ഞു, പ്രിയമാലോകരെ, ഈ കൃഷിഭൂമിയിൽ ഈ തമ്പ്രാക്കന്മാർക്ക് നമ്മൾ ഇനി കൃഷി ചെയ്യാൻ ഇറങ്ങണ്ട. തങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യാൻ അനുവദിച്ചില്ല എങ്കിൽ തമ്പ്രാക്കന്മാരുടെ പാടങ്ങളിൽ ഇനി ആരും കൃഷി ചെയ്യാൻ ഇറങ്ങണ്ട. അത് തങ്ങളുടെ കൃഷിയിടത്തിന് തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അയ്യൻകാളിയും സംഘവും അതാ അയ്യൻ പണിയെടുത്തുകൊണ്ട് നിന്ന ആ കൃഷിഭൂമിയിലെത്തി. അവരോടെല്ലാമായി പറഞ്ഞു, പണി നിർത്താൻ. ഇതൊന്നും കേൾക്കാതെതാ അയ്യൻ, പകലോൻ അസ്തമിക്കാൻ ഇനിയും സമയമുണ്ടോ കൂട്ടരെ, പണിയെടുപ്പീൻ, പണിയെടുപ്പീൻ. നേരത്തിനും കാലത്തിനും വെട്ടും കളയിലും തീർത്തിട്ട് വേണം വിത്തെറിയാൻ. പണിയെടുപ്പീൻ കൂട്ടരെ, പണി നിർത്തുവാനാണ് പറയുന്നത്. അയ്യൻ ഒരു പിടി മണ്ണ് വാരി തൻ്റെ നെഞ്ചോട് ചേർത്തു. എടാ, നമ്മുടെ തലമുറയായി കൊയ്തു കൂട്ടിയ മണ്ണാണടാ. നമ്മുടെ ആളുകൾ
തലമുറ തലമുറകളായി കൊയ്തു കൂട്ടിയ മണ്ണാണടാ ഇത്. ഈ മണ്ണിൽ പണിയെടുക്കണ്ട എന്ന് നീയാണോ ഈ പറയുന്നത്? നീയാണോ ഈ പറയുന്നത്? അതേ അച്ഛ, നമ്മുടെ ഭൂമി തന്നെയാണ്, നമ്മുടെ ഭൂമി തന്നെയാണ്. പക്ഷേ ഈ കണ്ട കാലം അത്രയും ഈ തമ്പ്രാക്കന്മാർക്ക് ഉണ്ണാനും വിളമ്പാനും പത്തായപ്പുരകൾ നിറയ്ക്കുവാനും നമ്മളല്ലേ കൊയ്തു കൂട്ടിയത്. എന്നിട്ടും നന്ദിയുണ്ടോ ഈ വർഗത്തിന്? നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യാൻ അനുവദിക്കുന്നുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞത്, തങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യാൻ അനുവദിച്ചില്ല എങ്കിൽ നമ്മുടെ ആളുകൾ ആരും ഇനി കൃഷിയിടത്തിൽ ഇറങ്ങണ്ട എന്ന്. അതാണ് പറഞ്ഞത്, പണി നിർത്താൻ. അയ്യൻകാളിയുടെ വാക്കുകൾ കേട്ട് കയ്യിലിരുന്ന ആയുധങ്ങൾ ഓരോന്നോരോന്നായി താഴെ വെച്ചു. എല്ലാവരും കരയ്ക്ക് കയറി. അയ്യൻകാളിയുടെ വാക്കുകൾ ഒരു കൽപ്പന പോലെ അവർ അനുസരിച്ചു. അങ്ങനെ ലോക കാർഷിക വിപ്ലവ ചരിത്രത്തിന് അയ്യൻകാളി തുടക്കമിട്ടു. തങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യാൻ അനുവദിച്ചില്ല എങ്കിൽ തമ്പ്രാക്കന്മാരുടെ പാടങ്ങളിൽ മുട്ടി പുല്ല് മുളപ്പിക്കുമെന്ന് ശപഥം ചെയ്ത കാർഷിക വിപ്ലവത്തിന് അയ്യൻകാളി തുടക്കമിട്ടു. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ. ശംഖവേണ്ടൊന്നായി പുലർന്നാൽ അതിൻ പൊൻകതിർത്തൂടും ചെടി തൻ. ശംഖവേണ്ടൊന്നായി പുലർന്നാൽ അതിൻ പൊൻകതിർത്തൂടും ചെടി തൻ. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ. കാട്ടുപുല്ലല്ല സാധു പുലയൻ. കാട്ടുപുല്ലല്ല സാധു പുലയൻ. അങ്ങനെ മാസങ്ങളോളം ആ കാർഷികലകള നീണ്ടുനിന്നു. തങ്ങളുടെ ആളുകൾ പട്ടിണിയും പെരുവഴിയിലായെങ്കിലും അവരെല്ലാവരും അയ്യൻകാളിയുടെ വാക്കുകൾക്ക് പിന്നിൽ അടിയുറച്ചു നിന്നു. സഹൃദയരെ, അയ്യൻകാളിയുടെ വിപ്ലവ ചരിത്ര പോരാട്ടങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നന്ദി.